ഈ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ച് എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒന്നാണ്. അതിലൊരിക്കലും ഒരു മാറ്റം വരത്തില്ല. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനകത്ത് നമുക്കിപ്പം അയാളുടെ യാത്ര തുടങ്ങുന്നത് സൗത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ ബുക്കിൽ നോർമലി നോർത്ത് സൗത്ത് വരച്ച് നമുക്ക് നോക്കി പോകാം. പക്ഷേ ഒരാളുടെ ഇനിഷ്യൽ പൊസിഷൻ അറിയത്തില്ലെങ്കിൽ അപ്പം അയാൾ നിലവിൽ പ്രാക്ടിക്കലി പറയുമായിരിക്കും അയാൾ മോർണിംഗിൽ ഇന്ന അടുത്ത് നിൽക്കുന്നു, അങ്ങനത്തെ ഒരു രീതിയായിരിക്കും പറയുന്നത്. അപ്പോൾ മോർണിംഗിൽ ഈ ഒരു പിക്ചർ അനുസരിച്ച് മോർണിംഗിൽ എപ്പോഴും എന്തെന്ന് പറയുന്നത് സൂര്യൻ ഈസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത്. സോ അതിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ സൂര്യനെ മുന്നിൽ പോയി നിന്നാൽ നമ്മുടെ ഷാഡോ വെസ്റ്റിലായിരിക്കും. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏത് പൊസിഷനിൽ നിന്ന് സൂര്യൻ്റെ മുന്നിൽ പോയി നിന്നാലും ഈ കുട്ടി നിൽക്കുന്നതല്ല എങ്ങനെ തിരിഞ്ഞു പറഞ്ഞു നിന്നാലും ഷാഡോ ഓൾവേസ് ഓൺ ദ വെസ്റ്റ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഏത് പൊസിഷനിൽ നിന്ന് എവിടെ പോയി നിന്നാലും നമ്മളായിരിക്കും ഈ ക്രോസിൻ്റെ മധ്യബിന്ദു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെടുത്ത് ഏതൊരു സ്ഥലത്ത് പോയി നിന്നു, അവിടെ നിന്നപ്പം നമ്മുടെ ഷാഡോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലെഫ്റ്റിലാണെങ്കിൽ നമ്മുടെ മുന്നിൽ നോർത്താണ്. സിമിലർലി നമ്മൾ ഏതോ ഒരു പൊസിഷനിൽ പോയി നിന്നപ്പം നമ്മുടെ ഷാഡോ നമ്മുടെ ബാക്കിലാണെങ്കിൽ നമ്മുടെ മുന്നിൽ ആരാണ് ഈസ്റ്റാണ്. നമ്മുടെ മുന്നിൽ ഈസ്റ്റ് ആണെങ്കിൽ ബാക്കിൽ വെസ്റ്റ് ആയിരിക്കും. അതനുസരിച്ച് നമുക്ക് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഒരിടത്ത് പോയി വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയി നിൽക്കുക, ഏതൊരു പുൽമേടി പോയി നിന്ന സമയത്ത് നമ്മൾ നോക്കിയപ്പം ഷാഡോ നമ്മുടെ റൈറ്റിലാണ്. ഷാഡോ നമ്മുടെ റൈറ്റിലാണെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്താണ്? സൗത്താണ്. ഓക്കെ, അത് കണക്ക് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയി നിന്നു, ഏതോ ഒരു കാട്ടിൽ പോയി നിന്നു. അപ്പോൾ നമ്മുടെ ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലാണ് കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വെസ്റ്റ് ആണ്.